അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഒരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സർവശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് കരുതി വന്നതാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ വിശ്വാസമുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. വിശ്വാസമില്ലാത്തവർ അത് തള്ളിക്കളയുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരാളെ കാര്യമാണ് പറയുന്നത്, പക്ഷേ അദ്ദേഹം ഈ വീഡിയോ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നോട് വിഷമമൊന്നും കരുതരുത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ബാവുക്ക ക്രിയ പറയാത്തത് എന്താണ്, കളം വിടാത്തത് എന്താണ്? നിങ്ങൾ മുമ്പ് വിട്ടിരുന്ന വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളും കളങ്ങളൊക്കെ പറഞ്ഞിരുന്നുവല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഒരുപാട് ഫലങ്ങളും ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പലരും പറയാറുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഇന്നലെ പോലും എന്നെ ഒരു സ്ത്രീകൾ വിളിച്ചിട്ട് പറഞ്ഞു, ബാവുക്ക മുമ്പ് ഒരുപാട് വീഡിയോ ഇട്ടിനി, അതിനൊരു വീഡിയോ ഞാൻ എടുത്ത് ചെയ്തു, ശത്രുവിൻ്റെ ശല്യം കാരണം ഞാൻ ചെയ്തതാണ്. അങ്ങനെ അതിൽ നിന്നൊരു വീഡിയോ എടുത്ത് ഞാൻ അത്യമായ രീതിയിൽ ഞാൻ ആ കാര്യം ഞാൻ ചെയ്തു. ആ ശത്രുവിൻ്റെ ഉപദ്രവം അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നോട് ഒരാൾ പറഞ്ഞതാണ്. അപ്പം ഞാൻ ആളെയും പേരും ഒന്നും പറയുന്നില്ല, കാരണം അതൊക്കെ അവർക്ക് വിഷമമാകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എന്നോട് വീണ്ടും പറയുന്നത് അതുപോലെ കളങ്ങളും ക്രിയകളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഇട്ട് കൊടുക്കാനൊക്കെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ഇനി കളങ്ങളും ക്രിയകളും ഒന്നും ഇടുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, എനിക്ക് വിളിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു തരും. അവർക്ക് ഞാൻ പരിഹാരം പറഞ്ഞു കൊടുത്തു. അപ്പം എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ഒരുപാട് കളങ്ങളും ക്രിയകളും ഒരുപാട് രഹസ്യങ്ങളായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് രഹസ്യമാണ്, അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതെനിക്ക് വലിയ നെഗറ്റീവായി മാറി. അതിൻ്റെ നെഗറ്റീവ് എനിക്ക് വന്ന് കയറി എനിക്കത് കൊണ്ട് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. കാരണം അത് പല ആളുകളും എടുത്ത് ദുരുപയോഗം ചെയ്തു. ആ കാര്യങ്ങളെടുത്ത് പലരും എന്ത് ചെയ്തു, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തു, പണം വാങ്ങിച്ചു. അതുപോലെ തന്നെ അതിൽ പലതരത്തിലുള്ള കൃത്രിമങ്ങളും മായങ്ങളും ചേർത്തവർ. അതുകൊണ്ട് എനിക്കത് വലിയ നെഗറ്റീവായി മാറി. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് നിർത്തിയത്. അപ്പം നെഗറ്റീവ് നമുക്ക് ഏത് തരത്തിലും വന്നു ചേരും. ആ നെഗറ്റീവ് വന്നു ചേരുമ്പോൾ അത് ഏത് തരത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ എവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുത്തുപാളം എടുത്തു പോകും. മനസ്സിലായോ? ഞാനിത് പറയുന്നത് വിശ്വാസമുള്ള ആളുകളോടാണ്, അല്ലാത്തവരോടല്ല. അല്ലാത്തവർക്ക് എന്തോ ആവട്ടെ, അതിനെക്കുറിച്ച് അതിലേക്ക് നമ്മൾ പോകണ്ട. പക്ഷെ വിശ്വാസമുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ശരീരത്തിലും നെഗറ്റീവ് വന്ന് കയറുന്നുണ്ടോ എന്നാൽ നമുക്കറിയാൻ സാധിക്കും. അത് വന്ന് കൂടി 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 നമ്മെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാക്കി മാറ്റി അത് നമ്മളെ നശിപ്പിച്ച് കളയും. നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബം 4 തലമുറകളെ വരെ അത് നശിപ്പിച്ച് കളയും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് എനിക്കിപ്പോൾ കുറച്ച് മുമ്പ് ഒരാൾ വിളിച്ചിരുന്നു. അദ്ദേഹം ഇതാരോട് പറയരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാവുക്ക വലിയ പ്രയാസങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞാൻ പല സ്ഥലത്തും പോയി നോക്കി. പക്ഷേ അവിടെയൊക്കെ എനിക്കൊരുപാട് പൈസയും കാര്യങ്ങളും ചിലവായി എന്നല്ലാതെ എനിക്കൊരു പരിഹാരവും അതുകൊണ്ട് കിട്ടിയിട്ടില്ല. ഒരു പരിഹാരവും കിട്ടിയിട്ടില്ല, ഒരു മാറ്റങ്ങളും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ പൊരുളൊന്ന് പറഞ്ഞു തരണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ പേരും ഉമ്മാൻ്റെ പേരും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതൊക്കെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരണം. കൃത്യമായി പറയാതെ ചിലത് മറച്ചു വെച്ച് ചിലത് പറയും, ചിലത് മാറ്റി പറയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് ഫലം ചെയ്യില്ല, അത് മറ്റാർക്കെങ്കിലും പോകും. അതുകൊണ്ടാണ് കൃത്യമായ അഡ്രസ്സും കൃത്യമായ മേൽവിലാസം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ നോക്കി, ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിളിക്കും, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കി. അദ്ദേഹം പിന്നീട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷമായോ എന്ന് ചോദിച്ചു ഞാൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം അനുഭവിച്ചു? നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു.
അതുപോലെ ഒരിക്കലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ മാനം കെട്ടും. അതുപോലെ തന്നെ ഇന്നും നിങ്ങൾ കടക്കാരനായി മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായി നിങ്ങൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു. നിങ്ങളിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വളരെ കറക്റ്റാണ് ഇക്ക, ഞാൻ 17 വർഷം, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഞാൻ 17 വർഷമായി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു 17 വർഷമായി നിങ്ങൾക്ക് ഈ നെഗറ്റീവ് വന്ന് ചേർന്നിട്ട്. അവിടുന്ന് ഇങ്ങോട്ട് നെഗറ്റീവിൻ്റെ ഒരു പടയാണ്. പിന്നെ ഒരു നെഗറ്റീവ് വന്ന് ചേർന്നു, അതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നെഗറ്റീവിൻ്റെ പടയായിരിക്കും. പിന്നെ വരുന്നതൊക്കെ നെഗറ്റീവായി മാറി 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 അങ്ങനെ ആ മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നു. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ചെയ്യാം, നമുക്കതിനുള്ള പരിഹാരം കണ്ടെത്താം. പക്ഷെ നിങ്ങൾക്ക് 18 വർഷം ശരിക്കും നിങ്ങളിത് അനുഭവിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടേ ഇതിന് പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ പരിഹാരം ചെയ്താൽ തന്നെ ഈ 18 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. കാരണം ഇത് 18 വർഷത്തേക്കുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വന്ന നെഗറ്റീവ് 18 വർഷത്തേക്കുള്ള നെഗറ്റീവാണ്. അത് 18 വർഷം തികയ്ക്കാതെ അത് പോകൂല. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ വീടുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടാക്കണ്ട. ആ സമയമായാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യണ്ട, ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം മനസ്സിലാക്കി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ കഷ്ടപ്പാട് അദ്ദേഹം ഈ 18 കൊല്ലം പൂർത്തിയാക്കി. അതിൻ്റെ ശേഷം അദ്ദേഹത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും അദ്ദേഹം ഭൂമി വാങ്ങി വീടിൻ്റെ പണി തുടങ്ങി. അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി. അതിൽ നിന്ന് അദ്ദേഹത്തിന് പുരോഗമനം ഉണ്ടായി. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു സുഖവും സമാധാനവും വരാൻ തുടങ്ങി. അദ്ദേഹം ഇപ്പോഴും എന്നോട് വളരെയധികം നല്ല വിധത്തിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഈ കാര്യം ഞാൻ ഇവിടെ പറയേണ്ടി വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തോട് അദ്ദേഹം ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, എന്നോടൊരു വിഷമവും തോന്നരുത്. ഞാൻ നിങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാലോ ഞാൻ പറയുന്നത് സത്യം. അപ്പം ഞാനത് പേരൊന്നും പറയുന്നില്ല, ഞാൻ ഒരു അവസ്ഥ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ചില നെഗറ്റീവുകൾ നമുക്ക് വരാനുണ്ട്. ഈ നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചില ആളുകൾ നമ്മുടെ പേരിൽ ചില നെഗറ്റീവുകൾ നമുക്ക് വേണ്ടി തന്നെ വിടുന്നതാണ്. അതിനുള്ള ശക്തിയും കഴിവുമുള്ള ആളുകൾ ഈ ദുനിയാവിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും എല്ലാവരും നിസ്സാരക്കാരാണെന്ന്. കാണുന്ന ആളുടെ മേന്മ കണ്ടുകൊണ്ട് അയാളെ ഒരിക്കലും നിക്ഷേപിക്കരുത്. അയാളുടെ മഹിമ നിശ്ചയിക്കാൻ പാടില്ല. അദ്ദേഹം നമ്മൾ കാണുമ്പം ചിലപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഒരു ഉടുവട വസ്ത്രം ഇല്ലാത്തവനായിരിക്കാം, ചിലപ്പം ഒരു തെരുവ് ദണ്ഡിയെ പോലെ നടക്കുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ ഒന്നിനും മറുപടി പറയാത്ത ആളായിരിക്കാം. അങ്ങനെ പല തരത്തിലുള്ള ആളായിരിക്കും. കാണുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആളായിരിക്കാം. അങ്ങനെ പല തരത്തിലും നമുക്ക് കാണാം. പക്ഷെ ഉള്ളിലുള്ള ഗോൾ എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അദ്ദേഹം നേടിയെടുത്തത് എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം നേടിയെടുത്ത ആ ആത്മീയ ശക്തി വെച്ചുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും കാര്യം നമുക്കെതിരെ ചെയ്യുകയോ നമുക്കെതിരെ പറയുകയോ ചെയ്താൽ പിന്നെ രക്ഷപ്പെടില്ല. അത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓരോ ഗ്രഹങ്ങൾക്കും 9 ഗ്രഹങ്ങൾക്ക് 9 തരത്തിലുള്ള ദശവർഷങ്ങളുണ്ട്. ആ ദശവർഷങ്ങൾ സൂര്യന് 6 വർഷമാണ്, ചന്ദ്രന് 10 വർഷമാണ്, ചൊവ്വക്ക് 7 വർഷമാണ്, അതുപോലെ ബുധന് 17 വർഷമാണ്, വ്യാഴത്തിന് 16 വർഷമാണ്, ശനിക്ക് 19 വർഷമാണ്, ശുക്രന് 20 വർഷമാണ്. ഇങ്ങനെ ഓരോ കണക്കുകളുണ്ട്. അതിൽ നെഗറ്റീവായ 3 കാര്യങ്ങളുണ്ട്. അത് 1 ശനിയാണ് പ്രധാനപ്പെട്ടത്, 2 ചൊവ്വയാണ്, 3-മത്തത് രാഹുവാണ്. മനസ്സിലായോ? അതിൻ്റെ ദശവർഷക്കാലത്ത് എന്തെങ്കിലും ഒരു ക്രിയയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ശാപവാക്കോ നമുക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ദശവർഷകാലം കഴിയാതെ ഒരിക്കലും എന്താവില്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7 വർഷത്തേക്കുള്ള ദശവർഷകാലത്താണ് നമുക്ക് അങ്ങനെ ഒരു ശാപവാക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് വന്നു ചേർന്നത് എങ്കിൽ ആ 7 വർഷം കഴിയാതെ നമ്മൾ രക്ഷപ്പെടില്ല. നമ്മൾ നശിച്ച് കുത്തുപാളെടുത്തു പോകും. അത് അത്തരത്തിലുള്ള ആളുകളോട് കളിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. മനസ്സിലായോ? എനിക്ക് അനുഭവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തന്നെ മാനസികമായ വിഷമങ്ങളും വെറുപ്പും ഉണ്ടാക്കിയ ചില ആളുകൾ, മനസ്സിലായോ, നശിച്ച് കുത്തുപാളെടുത്തു പോയി.
അത് ഭൂമിക്ക് മുകളിൽ ഇന്നും നശിച്ചു കൊണ്ട് പോകുന്നവരുമുണ്ട്, ഭൂമിക്ക് അടിയിലേക്ക് പോയവരുമുണ്ട്. മനസ്സിലായോ? അപ്പം ഞാൻ ഈ കഥ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് നെഗറ്റീവ് വന്നാൽ തീർച്ചയായിട്ടും നമ്മളത് ഒഴിവാക്കിക്കൊള്ളണം. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊള്ളണം. ചിലപ്പോൾ ചിലത് പ്രാർത്ഥന കൊണ്ട് മാറില്ല, ചിലപ്പോൾ ചിലത് നമ്മൾ ദിക്റെടുത്താലോ സലാത്തെടുത്താലോ അല്ല വേറെന്താ കാര്യം ചെയ്താലോ ഒന്നും മാറിക്കൊള്ളുന്നില്ല. അതിന് ശക്തമായ തക്കതായ ക്രിയകൾ തന്നെ ചെയ്യേണ്ടി വരും. അതിന് അനുയോജ്യമായ ചിലപ്പോൾ ആളുകളെ തന്നെ കാണേണ്ടി വരും. എല്ലാവരെയും കണ്ടാൽ ചിലപ്പം രക്ഷപ്പെട്ടോണമെന്നില്ല. അതുപോലെ തന്നെ ഇതിൽ കുപ്പിപ്പൊട്ടും മാണിക്കക്കല്ലും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് വേണം. രണ്ടും കണ്ടാൽ തിളങ്ങുന്നതാണ്. മനസ്സിലായോ? മാണിക്കക്കല്ല് കുപ്പയിൽ കിടക്കുമ്പോൾ നമ്മൾ കരുതും അത് തിളങ്ങുമ്പോൾ നമ്മൾ കരുതും അത് കുപ്പിച്ചില്ലാണെന്ന്. മനസ്സിലായോ? എന്നാൽ നേരെ മറിച്ച് കുപ്പിച്ചില്ല് നമ്മൾ അലമാരക്കുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തിളങ്ങുമ്പോൾ നമ്മൾ കരുതും എന്ത് അത് മാണിക്കക്കല്ലാണെന്ന്. അപ്പം അത് ഇരിക്കുന്ന സ്ഥലമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് എന്താണ്? അതിൻ്റെ ഒറിജിനാലിറ്റി എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ കുപ്പിച്ചില്ല് പോയിട്ട് മാണിക്കക്കല്ലാന്നും കരുതിയിട്ട് നമ്മളെടുത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ചെയ്യിക്കേണ്ട കാര്യങ്ങൾ അനുയോജ്യമായ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണം. എങ്കിലും മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവ് നമ്മൾ ഒഴിവാക്കേണ്ട രീതിയിൽ തന്നെ ഒഴിവാക്കണം. എന്നാൽ നിസ്സാരമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്ന ചില നെഗറ്റീവുകൾ നമ്മുടെ വീട്ടിനകത്തും നമ്മളിലും ഉണ്ട്. അത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അലക്കാതെ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ നെഗറ്റീവാണ്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൻ്റെ നെഗറ്റീവാണ്. അതിനൊരു ദുർഗന്ധമുണ്ടാകും. അതുകൊണ്ട് തന്നെ പോസിറ്റിവിറ്റി ഒന്നും അതിലേക്ക് വന്നു ചേരാൻ പ്രയാസങ്ങളാണ്. എന്നാൽ നെഗറ്റീവ് പുറന്തള്ളിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. മനസ്സിലായോ? അത് നെഗറ്റീവ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ നെഗറ്റീവ് ഒഴിവാക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, കാലിയായ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കുപ്പികൾ, അങ്ങനെയുള്ള ഉപയോഗശൂന്യമായ വസ്തുക്കൾ, ഇതെല്ലാം നമ്മൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഉപയോഗിക്കുന്നതുമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ എടുത്ത് പുറത്തേക്ക് കെട്ടണം. അതെടുത്ത് ബന്ധാക്കിയിട്ട് പുറത്തേക്ക് വെക്കണം. അത് ആർക്കെങ്കിലും കൊടുത്തു കളയണം, ഒഴിവാക്കി കളയണം. ആർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കുക എന്നുള്ളതല്ല, അത് ഒഴിവാക്കി കളയണം. മനസ്സിലായോ? പണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് തോട്ടിലേക്കും പുഴയിലേക്കൊക്കെ ഇടാം. ഇന്നത് അങ്ങനെ ഒന്നും ഇടാൻ പറ്റൂല. അപ്പം എന്ത് ചെയ്യുക? നമ്മളത് ഒഴിവാക്കി കളയാം. പഴയത് കൊടുക്കുന്നവർക്ക് കൊടുക്കുക. അങ്ങനെയെങ്കിലും നമ്മൾ ഒഴിവാക്കുക. പരിസരം വൃത്തിയാക്കുക, വീടിൻ്റെ അകം വൃത്തിയാക്കുക. ഉപയോഗശൂന്യമായ ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും വീട്ടിൽ വെക്കരുത്. അതിനകത്ത് നെഗറ്റീവ് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ വസ്ത്രങ്ങളും കാര്യങ്ങളും എപ്പോഴും അലക്കിയിട്ട് മടക്കി സൂക്ഷിച്ചു വെക്കുക. വെറുതെ കുറേ വസ്ത്രങ്ങൾ നമ്മൾ അവിടെയും ഇവിടെയും കൂട്ടിയിടുന്നത് ഏറ്റവും വലിയ നെഗറ്റീവായ കാര്യമാണ്. അതുപോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് അലക്കി ഉപയോഗിക്കുക. അതിനകത്ത് ഒരു അല്പമെങ്കിലും സുഗന്ധം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് തീർച്ചയായിട്ടും വരും. നെഗറ്റീവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പം നെഗറ്റീവ് നമുക്കുണ്ടോ എന്നറിയാൻ ഒന്നും വേണ്ട, എളുപ്പമാണ്. എന്താണെന്നറിയോ? നമ്മൾ എന്ത് കാര്യം ചെയ്താലും തടസ്സമായിരിക്കും. ഏത് സമയത്ത് നമ്മുടെ പോക്കറ്റ് കാലിയായിരിക്കും. നമുക്ക് പണം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ചില ആളുകൾക്ക് കിട്ടുന്നുണ്ടാകും, ജോലി ഉണ്ടാകും, ബിസിനസ് ഉണ്ടാകും. പക്ഷെ പെട്ടിയിൽ പൈസ കാണൂല, പോക്കറ്റിൽ പൈസ കാണൂല. ആർക്ക് എത്ര കൊടുത്താലും തികയൂല. നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾ നടക്കൂല. വീട്ടിൽ ഒരു സാധനങ്ങളും ഉണ്ടാവില്ല. അതൊക്കെയാണ് നെഗറ്റീവിൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ എന്തിനു പോയാലും അത് തടസ്സമായിരിക്കും. എങ്ങോട്ട് ഇറങ്ങിയാലും ചിലപ്പോൾ മുറിയും പൊളിയും അപകടങ്ങളും ദുഷിച്ച വാക്കുകളും മറ്റുള്ളവരോടുള്ള സഹകരണം പൊരുത്തം ഒന്നും ഇല്ലായ്മയായിരിക്കും. മറ്റുള്ളവർക്ക് നമ്മൾ കാണുന്നത് തന്നെ അലർജി ആയിരിക്കും. ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളാം നമുക്ക് നെഗറ്റീവ് ഉണ്ട് എന്ന്. എന്നാൽ നമുക്ക് പോസിറ്റിവിറ്റി വരികയാണെങ്കിലോ നമുക്ക് മാറ്റങ്ങൾ വരും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാകും, സമ്പാദ്യമുണ്ടാകും. ജോലി എടുത്താൽ 1000 കിട്ടിക്കുകയാണെങ്കിലും അതിന്നൊരു 100 മാറ്റി വെക്കാൻ സാധിക്കും. വീടുകളിലുള്ള പാത്രങ്ങളിലൊക്കെ സാധനങ്ങൾ ഉണ്ടാകും. പച്ചക്കറിയായിട്ടും മറ്റുള്ളതായിട്ടും ധാന്യങ്ങളായിട്ടും എല്ലാ പാത്രങ്ങളിലും സാധനങ്ങൾ ഉണ്ടാകും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പണം നമ്മുടെ പോക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആര് നമ്മൾ കാണുമ്പോഴും നമ്മോട് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും. ഇതൊക്കെ പോസിറ്റിവിറ്റിയുടെ ഒരു ഭാഗമാണ്. മനസ്സിലായോ? അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് പോസിറ്റീവ്
ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വർദ്ധിപ്പിക്കാൻ നോക്കുക, അല്ല നെഗറ്റീവാണ് എങ്കിൽ അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യാൻ നോക്കുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പം നെഗറ്റീവ് ഒഴിവാക്കാൻ നമ്മൾ നമ്മുടെ ശരീരവും നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മൾ വൃത്തിയായി നല്ല രീതിയിൽ സുഗന്ധ ദ്രവ്യത്തോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു വീടിനകത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും, എല്ലാ ദിവസവും ചെയ്യണം, ഒരു ദിവസവും മോശമല്ല, ഒരു ദിവസവും മാറ്റി വെക്കേണ്ടതുമല്ല, ഒരു ദിവസവും നെഗറ്റീവ് വരാത്ത ദിവസങ്ങളുമില്ല. നമ്മൾ കരുതും ഒരു ദിവസമാണ് നെഗറ്റീവ് വരിക, അല്ല. വെള്ളിയാഴ്ച വരും, ശനിയാഴ്ച വരും, തിങ്കളാഴ്ച വരും, അങ്ങനെ എല്ലാ ദിവസങ്ങളും വരും. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട 3 ദിവസങ്ങളുണ്ട്. ആ 3 ദിവസങ്ങളാണ് എന്ത്? വെള്ളി, ചൊവ്വ, ശനി. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന ദിവസങ്ങളാണ്. എന്നാൽ മറ്റുള്ള ദിവസങ്ങളിലും വരും. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഈ വെള്ളി, ശനി, ചൊവ്വ ഈ 3 ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ സുഗന്ധങ്ങൾ പുകയിക്കാൻ നോക്കുക. വീടിനകത്ത് നല്ല സുഗന്ധം ഉണ്ടാക്കുക. വീടിൻ്റെ പുറത്ത് സുഗന്ധം പുകയിക്കുക. നമ്മൾ സുഗന്ധം പുകയിക്കേണ്ടത് വീടിൻ്റെ പുറത്താണ് കേട്ടോ, അകത്തല്ല. അകത്ത് നമുക്കൊന്ന് കൊണ്ടിങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വരാം, എന്നാൽ പുറത്ത് നമ്മൾ പുകയിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. അകത്ത് നമുക്ക് സുഗന്ധദ്രവ്യങ്ങൾ, അത്തറുകളോ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പുരട്ടിയിടാം, തേച്ചിടാം. വസ്ത്രത്തിനകത്ത് നമുക്ക് സ്പ്രേ അടിക്കുക, അതുപോലെ തന്നെ അത്തർ പൂസ. മനസ്സിലായോ? അതുപോലെ കൈയിൻ്റെ പൊറാടിയിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ അത്തർ പൂസതിൻ്റെ ശേഷം അത് 2 കൈയിലുമാക്കി ശരീരത്തിൽ എല്ലാ സ്ഥലത്തും പരമാവധി ആക്കുക. നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മളെപ്പോഴും പരാതി പറയാതിരിക്കുക. ഈ ദൈവത്തോട് കരഞ്ഞ് വിളിച്ച് പരാതി പറയുന്ന ആളുകൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ഇഷ്ടപ്പെടാതിരിക്കാം. മനസ്സിലായോ? ദൈവത്തിനെ അതായത് ദൈവത്തെ നമ്മൾ അള്ളാഹു എന്ന് വിളിക്കും. ആ അള്ളാഹുവിനെ, ഈ അള്ളാഹും ദൈവവും ഒക്കെ ഒന്നാണ് കേട്ടോ. ദൈവം, അള്ളാഹു, പരമാത്മാവ്, പരമേശ്വരൻ എല്ലാം ഒന്നാണ്. പരബ്രഹ്മാവ്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ പിടുത്തം കിട്ടൂല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിവ് നേടാൻ നമ്മൾ ഓരോ ഗ്രന്ഥങ്ങളും വായിക്കണം, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കണം. അല്ലാതെ ഇന്നത്തെ പുത്തൻ പരിഷ്കാരികൾ എഴുതിയിട്ട് കുറേ പുസ്തകങ്ങളുണ്ട്. അത് വായിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഊറ്റം കൊണ്ടുകൊണ്ട് നമ്മൾ നടന്നിട്ട് കാര്യമില്ല. നമ്മൾ വായിക്കേണ്ടത് ആത്മീയ പുസ്തകങ്ങളാണ്. അത് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഏത് മതത്തിൻ്റെതായാലും ശരി, ആത്മീയ പുസ്തകങ്ങൾ വായിക്കണം. അത് നമുക്കൊരു പ്രചോദനം ചെയ്യുന്നതാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ് നമ്മളെ വീടിനകത്തും നമുക്കും. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അള്ളാഹു, ദൈവം ഇതൊക്കെ ഒന്നാണ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, അപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ്. നമ്മൾ ഉപനിഷത്തുണ്ട്, അതായത് നമ്മൾ ഹിന്ദുക്കൾ പിന്നെ അവരുടെ വേദഗ്രന്ഥമെന്ന് പറയും. പക്ഷെ അത് എല്ലാവരുടെയും വേദഗ്രന്ഥമാണ്. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. എല്ലാവരുടെയും വേദഗ്രന്ഥമാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാവരുടെയുമാണ്. അതിന് മതം, ജാതി അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഒരൊറ്റ ജാതി, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ജാതിയേ ഉള്ളൂ. ആ മനുഷ്യൻ്റെ പ്രത്യേകത മറ്റൊരു ജീവികൾക്കുമില്ല. ആ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒറ്റ ജാതിയാണ്. പിന്നെ അതിൽ സ്ത്രീ, പുരുഷൻ അത് രണ്ടുമല്ലാത്തതെന്ന് പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ജാതിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഉപനിഷത്തിൽ, അഥർവവേദത്തിൽ അള്ളാഹു ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അള്ളാഹു ഉപനിഷത്ത് എന്ന ഒരു ഉപനിഷത്ത് അഥർവവേദത്തിൽ പറയുന്നുണ്ട്. അതിൽ 15 സൂക്തങ്ങളുണ്ട്. ആ 15 സൂക്തങ്ങൾ അർത്ഥം ഞാൻ ഇപ്പോൾ പറയാതിരിക്കുന്നില്ല. കാരണം എല്ലാ ദൈവങ്ങൾക്കും മുകളിലുള്ള ദൈവമാണ് അള്ളാഹു എന്ന് അതിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാം എന്താണ്? ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനായ നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ച് മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്, വിശേഷ ബുദ്ധി. ആ ഒരു വിശേഷ ബുദ്ധി മറ്റൊരു ജീവിക്കും നൽകിയിട്ടില്ല. മനസ്സിലായോ? നമുക്ക് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? അത് വെച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാ വേദഗ്രന്ഥങ്ങളും നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം, അറിവ് നേടണം. ആരോടും പകയ്ക്കും വിദ്വേഷത്തിനും കുത്തിനും വാക്കുതർക്കം നടത്താനും ഒന്നും വേണ്ടിയിട്ടല്ല. അങ്ങനെ അത് പോകേണ്ട ആവശ്യവുമില്ല. നമുക്കെല്ലാവരും സമന്മാരാണ്. നമ്മൾ ആരെയും വേർതിരിച്ച് കാണുന്നില്ല. നമ്മോട് നല്ലത് പ്രവർത്തിച്ചാൽ നല്ല പെരുമാറ്റമുണ്ടായാൽ തിരിച്ച് നമ്മൾ അങ്ങോട്ടും ഉണ്ടാവും. നമ്മളോട് നല്ലതല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നിൽക്കൂ, അത്ര മതി. കാരണം പണ്ടൊരു ചൊല്ലുണ്ട്, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ നമ്മൾ നല്ല ആളുകളോട് കൂട്ടുപിടിക്കുക, നല്ല ബന്ധങ്ങൾ പുലർത്തുക, മുന്നോട്ട് പോവുക. നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് ഒരു അകലം പാലിക്കുക, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരും. മനസ്സിലായോ? അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ
നമുക്ക് നെഗറ്റീവ് വരാതെ നമുക്ക് ജീവിച്ച് നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കാം. ഇന്നത്തേക്ക് മാത്രമല്ല, നാളെ എന്നൊരു ലോകം കൂടിയുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്ത് നിന്ന് നമ്മുടെ ശരീരം മാത്രമേ നമ്മൾ ഉപേക്ഷിക്കുന്നുള്ളൂ. നമ്മുടെ ആത്മാവ് നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഞാനല്ല, ജ്ഞാനി എന്ന എൻ്റെ ആത്മാവാണ്. ജ്ഞാനി എന്ന എൻ്റെ ആത്മാവ് നിലച്ചു പോയാൽ, എൻ്റെ ശരീരത്തെ വിട്ടുപോയാൽ, പിന്നെ നിങ്ങൾ എന്നെ ആരും വിളിക്കില്ല, സംസാരിക്കില്ല, മിണ്ടില്ല, കണ്ടാൽ തിരിഞ്ഞു നോക്കില്ല. എത്രയും പെട്ടെന്ന് എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അവർ കൂടെ കിടക്കില്ല. അവർ പറയൂ എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കണം. എവിടെ? ഒന്നുകിൽ മണ്ണിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള അഗ്നിയിൽ, ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ എന്ത് ചെയ്യും? അടക്കം ചെയ്യണം. അല്ലേ? നമ്മ വേണ്ട അവർക്ക്. എന്തുകൊണ്ടാണ്? നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്നും പോയി. അവർക്ക് നമ്മെ വേണ്ട. ഇത്രയും കാലം നമ്മെ സ്നേഹിച്ചതും നമ്മെ വിളിച്ചതും നമ്മോട് സഹകരിച്ചതും നമ്മോട് ബന്ധപ്പെട്ടതും നമ്മോട് കൂടെ നടന്നതും നമ്മയല്ല, ഈ കാണുന്ന നമ്മയല്ല. ഈ കാണുന്ന നമ്മയാണെങ്കിൽ നമ്മൾ ജീവൻ പോയാലും നമ്മളെ അവർക്ക് വേണം. അവർക്ക് വേണ്ട. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്നു നമ്മൾ കാണാത്ത ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാവ് നമ്മളിൽ നിന്ന് മാറി പോയി. അതുകൊണ്ട് അവർക്ക് നമ്മെ വേണ്ട. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല, ഒരിക്കലും നശിക്കുന്നില്ല. ആത്മാവ് വീണ്ടും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാണാത്ത ഒരു ലോകത്ത് അത് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മുടെ കണ്ണിന് ഒരു മിതമായ ശക്തിയെ നൽകിയിട്ടുള്ളൂ. ഒരു മിതമായ ശക്തി. ആ ശക്തിയിൽ കാണുന്നതേ നമ്മൾ കാണുന്നുള്ളൂ. അതിനപ്പുറം മറ്റൊന്നുണ്ട്. ആ ശക്തി നമ്മുടെ കണ്ണിന് ലഭിച്ചിട്ടില്ല. ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെല്ലാം കാണും. മനസ്സിലായോ? അങ്ങനെ ഒരു ശക്തി നമുക്ക് ലഭിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ജീവിതം ഇന്നത്തെ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം കെട്ടടങ്ങും. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നെട്ടോട്ടം ഓടും. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും കാണാതിരിക്കട്ടെ. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നെഗറ്റീവുകൾ ഒരുപാടുണ്ട്, പല തരത്തിലുള്ളതുണ്ട്. അത് നമുക്ക് വന്ന് കയറുന്നതുണ്ട്, അത് നമുക്ക് പലരും കയറ്റി വിടുന്നതുണ്ട്. ഒരാവശ്യവുമില്ലാതെ നമ്മൾ ചെന്ന് കയറി കുറെ നെഗറ്റീവ് വാങ്ങുന്നതുണ്ട്. മനസ്സിലായോ? ഒരു ഉദാഹരണം പറയാം. 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെന്തോ സീരിയസ് മാറ്റർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഒരാവശ്യവുമില്ലാതെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ ചിലപ്പം എന്തെങ്കിലും ഒരു തെറി വിളിച്ചു, അല്ലെങ്കിൽ ഒന്ന് തന്നു. നമ്മളെ വാങ്ങി പോരേണ്ടി വരും. ആ തെറി കേട്ട് നമ്മൾ പോരേണ്ടി വരും. കാരണം എന്താണ്? നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ആ നെഗറ്റീവ് ചോദിച്ച് വാങ്ങിയതാ. ഒരാവശ്യമില്ല. അവരെന്തോ സീരിയസ് മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എന്തിനാ അവിടെ പോയിട്ട് നമ്മൾ ഇടപെടണം? അതുപോലെയാണ് നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ നെഗറ്റീവ് വാങ്ങിപ്പോരും, ഒരാവശ്യവുമില്ലാതെ. എന്നാൽ ചില നെഗറ്റീവ് നമ്മളെ തേടി വരും. ചില നെഗറ്റീവ് നമ്മളിലേക്ക് അയക്കുന്നതാണ് പല ആളുകളും. ഈ തരത്തിലൊക്കെ നമുക്ക് നെഗറ്റീവ് വരാം. അത് നമ്മൾ ഈ ഒറ്റ വാക്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ദൃഷ്ടി കൊണ്ട് കാണുകയാണെങ്കിൽ പല രൂപങ്ങളാണ്, പല ഭാവങ്ങളാണ്, പല പ്രവൃത്തികളാണ് അവർക്കുള്ളത്. മനസ്സിലായോ? അവർ പല ദുഷ്ടപ്രവൃത്തികളും ചെയ്യുന്നവരാണ്, പലതും ചെയ്യിപ്പിക്കുന്നവരാണ്, പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കിക്കുന്നവരാണ്. നമ്മുടെ ജീവൻ വരെ അവർ നമ്മളെ നശിപ്പിച്ചു കളയും. അതിന് വരെ കഴിവ് അവർക്കുണ്ട്. മനസ്സിലായോ? ഏത് സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പോലെ ദേവന്മാരും അസുരന്മാരും എങ്ങനെയാണോ കോർക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ കോർക്കുന്നത്. മനസ്സിലായോ? എപ്പോഴും അവർ സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഘർഷത്തിൽ നെഗറ്റീവ് പരാജയപ്പെടുകയും പോസിറ്റീവ് വിജയിക്കുകയും ചെയ്യണമെങ്കിൽ എന്താവണം? നമ്മുടെ പ്രവൃത്തി നമ്മൾ നന്നാക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ പ്രാർത്ഥനയാവാം, മന്ത്രങ്ങളാവാം, തന്ത്രങ്ങളാവാം, പലതും ഉപയോഗിക്കേണ്ടി വരും. പലതരത്തിലുള്ള ക്രിയകൾ ഉപയോഗിക്കേണ്ടി വരും, കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ പലർക്കും കൊടുക്കേണ്ടി വരും. ദാനധർമ്മം ചെയ്യേണ്ടി വരും, പുകയ്ക്കേണ്ടി വരും, അഗ്നിക്ക് കൊടുക്കേണ്ടി വരും, വായുവിന് കൊടുക്കേണ്ടി വരും, വെള്ളത്തിന് കൊടുക്കേണ്ടി വരും, ആകാശത്തിന് കൊടുക്കേണ്ടി വരും. നമുക്ക് 5 ഭൂതങ്ങളാണ്, 5 കൂറുകളാണ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതിനോട് ബന്ധപ്പെടാതെ നമുക്ക് നമ്മുടെ ജീവിതവുമില്ല, മരണവുമില്ല. നമ്മുടെ ജീവിതവും മരണവും എല്ലാം ഈ 5 കൂറിൽ നിന്നാണ്.
അതിനോട് ബന്ധപ്പെട്ടിട്ടാണ്. അതിലേക്കൊക്കെ കടന്നു പോയാൽ ഞാൻ അവസാനിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും ഞാൻ ഓരോ വീഡിയോ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ പല ആളുകളും പറയും ഒരുപാട് നീട്ടി വലിക്കുക എന്ന് പറയും. താല്പര്യമില്ലാത്ത ആളുകളാണ് അതൊക്കെ. പക്ഷെ താല്പര്യമുള്ളവർ എത്ര മണിക്കൂർ പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഏതായാലും എനിക്ക് കൂടുതൽ സംസാരിക്കാനും വയ്യ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കുറേ വീഡിയോകൾ ചെയ്യാത്തതും നോക്കാത്തതും ഒക്കെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നെഗറ്റീവുകളൊക്കെ നഷ്ടപ്പെട്ട് നശിച്ച് നമുക്ക് പോസിറ്റീവിലൂടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് അനവധി ആളുകളും കടത്തിലും കഷ്ടപ്പാടിലുമാണ്. കാണുന്ന പൊങ്ങച്ചം മാത്രമേ ഉള്ളൂ. ഉള്ളു മുഴുവനും കടങ്ങളും കഷ്ടപ്പാടും ദാരിദ്ര്യവുമാണ്. പുറത്ത് കണ്ടാൽ നല്ല കുശാലായിരിക്കും. എന്നാൽ നമ്മൾ പുറത്ത് കാണുമ്പോൾ ആരെങ്കിലും കുറച്ച് മോശം പറഞ്ഞാലും കുഴപ്പമില്ല, അകത്ത് നമ്മൾ കുശാലായിരിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ജീവിതം നന്നായി തീരാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ എല്ലാവിധ മാനസിക പ്രയാസങ്ങളും വിഷമങ്ങളും മാറി മനസ്സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കടങ്ങളും കഷ്ടപ്പാടൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു വീടും കാര്യങ്ങളും. ഒരുപാട് ആളുകൾ വീടില്ലാത്തവരുണ്ട്. ഒരു വീടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെടുന്നവരുണ്ട്. കടത്തിൽ മുങ്ങിയവരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാകും. അപ്പോൾ ആ നെഗറ്റീവുകളൊക്കെ ഒഴിവാക്കി പടച്ച തമ്പുരാനും എല്ലാ നിലക്കും നമുക്ക് രക്ഷ നൽകട്ടെ. അതിനുള്ള മാർഗങ്ങളും കാര്യങ്ങളും വഴികളും നമുക്ക് തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.